ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് RBI റിക്രൂട്ട്മെന്റ് 2026 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് ആണ്. 650 വേക്കൻസി ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്. അത് ഞാൻ നോട്ടിഫിക്കേഷൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. എത്ര വേക്കൻസിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, നിങ്ങളുടെ ഏജ് എന്തായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺഫേം ആകും. തിരുവനന്തപുരത്ത് വേക്കൻസി ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണിച്ച് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി മതി. അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്. ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എനി ഡിഗ്രി മതി. ഞാൻ ആ നോട്ടിഫിക്കേഷൻ നല്ല കണക്ക് നോക്കി. അവിടെ പ്രഷറായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ പറ്റി അവിടെ ഒരു കാര്യവും പറയുന്നില്ല. പ്രഷറായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലൊരു വേക്കൻസിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്. അത് നമുക്ക് ഒന്ന് ശരിയായാൽ നമ്മളത് നമുക്ക് പലത് നമ്മൾ അപ്ലൈ ചെയ്ത് ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. പക്ഷേ ഇതൊരു ചാൻസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് തിരുവനന്തപുരത്ത് RBIയിൽ നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് ഒക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത്. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ന് തൊട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന 16 17 ഞാൻ ഇത് പബ്ലിഷ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആക്ടിവേറ്റഡ് ലിങ്ക് ഇപ്പോഴും ആക്ടിവേറ്റ് ആണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അതുവഴിയാണ് നിങ്ങൾക്ക് ഞാനിത് ഈ അപ്ലൈ ലിങ്ക് തരുന്നതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയതും. അപ്ലൈ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞു. 650 വേക്കൻസിയാണ്. നമ്മുടെ കേരളത്തിലും വേക്കൻസി ഉണ്ട്. നമുക്കപ്പോൾ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഡയറക്റ്റ് അവരുടെ ആ വേക്കൻസിയുടെ ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് പോസ്റ്റാണ് ഞാൻ ആൾറെഡി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം ദി എലിജിബിൾ കാൻഡിഡേറ്റ് ഫോർ 650 വേക്കൻസി ഉണ്ട്. അസിസ്റ്റന്റിന്റെ വേക്കൻസിയാണ്. ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. നിങ്ങൾക്ക് താഴോട്ട് വരും. ഇവിടെ അധികം കാര്യങ്ങളുണ്ട്, ഒന്നുമില്ല. കാൻഡിഡേറ്റ് ടു എൻഷർ ദ എലിജിബിലിറ്റി ഫോർ ദ പോസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റിനെ പറ്റിയുള്ള എലിജിബിലിറ്റി നിങ്ങൾ കൺഫേം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്ലൈ ഓൺലൈൻ മോഡാണ്. ഓൺലൈൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒൺലി ത്രൂ ദ ബാങ്ക് വെബ്സൈറ്റ്. ബാങ്കിന്റെ ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ലിങ്കും നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നല്ല കണക്ക് നോക്കാം. അതിൽ കൺഫേം ആയതിനു ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലിങ്ക് അല്ലെങ്കിൽ അപ്ലൈയുടെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ ആ മെസ്സേജിന് മറുപടിയായിട്ട് നിങ്ങളുടെ ആ ഒരു റിപ്ലൈ ആയിട്ട് തന്നെ ഞാൻ ആ 2 ലിങ്കും തരുന്നതാണ്. അവിടുന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഓപ്പൺ ചെയ്യാം. ചിലർക്ക് ചില ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മിക്കപ്പോഴും ഞാൻ പലരും എനിക്ക് കമന്റ് ചെയ്ത് ചോദിക്കും. അവർക്ക് ഞാനത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഓൺലൈൻ പ്രിലിമിനറി എക്സാമിനേഷൻ, നിങ്ങളുടെ എക്സാമിനേഷനെ പറ്റി പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. 2 എക്സാമിനേഷൻ ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങളുടെ ഏപ്രിൽ 11 മെയിൻ എക്സാമിനേഷൻ ജൂൺ 7 എക്സാമിനേഷനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട. എക്സാമിനേഷന് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആയാൽ നിങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ട്, എക്സാമിനേഷന്റെ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകുകയും നിങ്ങൾക്ക് കൂടുതൽ ബുക്കുകൾ വായിച്ച് നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് മലയാളികൾ അത്ര മോശമല്ല. ഈ ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യുക. വേക്കൻസീസ് ഇതാണ് മെയിൻ. നിങ്ങളോട് ഞാൻ കേരളത്തിലെ വേക്കൻസിയെ പറ്റി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാവുന്നത്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് നോട്ടീസാണ്. വേക്കൻസീസ് അഹമ്മദാബാദിലുണ്ട് വേക്കൻസി. ടോട്ടൽ 20 വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂരുണ്ട്, ഭോപ്പാലുണ്ട്, ഭുവനേശ്വറുണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്, ചെന്നൈ ഉണ്ട്, ഗുവാഹട്ടി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ജയ്പൂർ ഉണ്ട്, ജമ്മു ഉണ്ട്. ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ഉണ്ട്. തിരുവനന്തപുരത്ത് നമുക്ക് 6 വേക്കൻസി. നമ്മുടെ വീടിനടുത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ തള്ളിക്കളയല്ലേ. അതുകൊണ്ട് 6 വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾ അമാന്തിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ എക്സാം സെന്റർ പല സ്ഥലത്തുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും, നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് എക്സാം സെന്റർ ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. നിങ്ങളുടെ ഏജ് ഞാൻ പറഞ്ഞൊന്ന് നോക്കട്ടെ. ഏജ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഏജ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവരാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
ആ വയസ്സ് നിങ്ങളുടെ കൺസിഡർ ചെയ്യുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഈ മാസം 1-ാം തീയതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഏജ് 20-28 എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബലിനുള്ള റിലാക്സേഷൻ പറയുന്നുണ്ട്. ഗവൺമെന്റ് റൂൾ അനുസരിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ബാച്ചുലർ ഡിഗ്രി, നിങ്ങൾക്കൊരു ബാച്ചുലർ ഡിഗ്രി മാത്രം മതി. ബാക്കി SC/ST അല്ലെങ്കിൽ PWDക്ക് എന്തെല്ലാമൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. എക്സ് സർവീസുമാനുള്ള കൺസിഡറേഷൻ നിങ്ങൾ നോക്കുക. അധികം ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ബാക്കി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്കീം ഓഫ് സെലക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കൊരു നിങ്ങളുടെ ഫസ്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആകും. സെക്കൻഡായിട്ട് നിങ്ങൾക്ക് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. മെയിൻ എക്സാമിനേഷൻ ഉണ്ട്, അതും ഇവിടെ പറയുന്നുണ്ട്. ലാംഗ്വേജ് പ്രൊഫഷൻസ് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇപ്പം ചെന്നൈ ഭാഷ അറിയാവുന്നവർ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. ചെന്നൈയിൽ കൂടുതൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ചെന്നൈയിൽ അപേക്ഷിക്കരുത്. നിങ്ങൾക്ക് പ്രൊഫഷൻസി ടെസ്റ്റ്, ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ടെസ്റ്റ് നമുക്ക് മലയാളം ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് അപ്പിയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നമ്മൾ ലൊക്കേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിൽ വരും, നമ്മുടെ പൈസ പോകും. എക്സാമിനേഷൻ സെന്റർ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലുണ്ട്. എവിടെ നിങ്ങൾ വേക്കൻസി അപ്ലൈ ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് ഇത് എക്സാമിനേഷൻ സെന്റർ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് കേരളത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഉണ്ട്. സർവീസ് കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് പറയുന്നത് പേ സ്കെയിൽ ഏറ്റവും കൂടിയ പേ സ്കെയിൽ എന്ന് പറയുന്നത് 74,590 രൂപയാണ്. HR 58,514 രൂപ നിങ്ങൾക്ക് HRA ഇല്ലാതെ കിട്ടും. ബാക്കി നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്, വേക്കൻസി ഉണ്ടെന്ന്. ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ, ഇത് സൗത്ത് ജോണിന്റെയാണ്. ബാംഗ്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, തിരുവനന്തപുരം ഉണ്ട്, ഇൻക്ലൂഡിങ് കൊച്ചിയുണ്ട്. എക്സാമിനേഷനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട. അതുകൂടാതെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഗൈഡ് ലൈൻ ഫോർ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഫോർ SC/ST OBC PWD കാൻഡിഡേറ്റിലുള്ളതാണ്. എങ്കിലും അവരോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രീ എക്സാമിനേഷൻ അവർക്ക് വന്നത്. നിങ്ങളും അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ SC/ST PWD എക്സാം ഇന്റിമേഷൻ ചാർജസ് നിങ്ങൾക്ക് 50 രൂപയാണ്. അതുകൂടാതെ ജനറൽ OBC EWSന് നിങ്ങൾക്ക് 450 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അവിടെ താഴോട്ട് വരുമ്പോൾ അധികം കാര്യങ്ങളൊന്നുമില്ല. ഇത് റിസർവേഷൻ ഗൈഡ് ലൈൻസിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അവിടെ നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ലിങ്ക് തരുന്നുണ്ട്. നല്ല കണക്ക് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യം കഴിഞ്ഞാൽ നമുക്കിനി ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന നോക്കാം. അതാണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ നമുക്കൊക്കെ അപ്ലൈ ലിങ്ക് നോക്കുക. ഞാൻ തന്നിരിക്കുന്ന അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേജാണിത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇവിടെ ഇവർ ഒരിക്കൽ കൂടി അവരുടെ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് ഏതാണ്, ലാസ്റ്റ് ഡേറ്റ് ഏതാണ്, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഏതാണ്, ഫീസ് എപ്പോൾ അടയ്ക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനു മുന്നേ നിങ്ങൾ റിസർവ് ബാങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലോഗിൻ നെയിം യൂസർ നെയിം അറിയാൻ, ലോഗിൻ നെയിം യൂസർ ID പാസ്വേഡ് അറിയാമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ലോഗിൻ ഫോർ ആൾറെഡി രജിസ്ട്രേഷൻ. ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തതൊക്കെ യൂസർ ID പാസ്വേഡ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു ഇമെയിൽ ID ഉണ്ടാക്കി ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പഴയത് നിങ്ങൾക്ക് ഓർക്കുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ 4-5 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിത് ബേസിക്കായ കാര്യങ്ങളെ നിങ്ങളുമായിട്ട് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഒരുപാട് സമയം ഇപ്പൊ തന്നെ സമയം, അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്ത്യയിലിടെ ഔട്ട് ഓഫ് ഇന്ത്യയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് OTP വരത്തില്ല. അയർലൻഡിലാണ്, OTP വരത്തില്ല ഞാൻ അപ്ലൈ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്താൽ. അപ്പോൾ OTP വരാത്തതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം വിചാരിക്കും, 3-4-5 കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഒന്ന് ബേസിക് ഇൻഫോർമേഷൻ കൊടുക്കണം. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫോട്ടോ ആൻഡ് നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡീറ്റെയിൽ അവർ ഏതൊക്കെ ചോദിക്കുന്നു അത് നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾ പ്രിവ്യൂ ചെയ്ത് എന്തെങ്കിലും തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്ലോഡ് നിങ്ങളുടെ അവർ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇവിടെ ബേസിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പേജാണ്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം എഴുതുക, ആ ഫസ്റ്റ് നെയിം കൺഫേം എഴുതുക, മിഡിൽ നെയിം എഴുതുക, കൺഫേം ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എഴുതുക, കൺഫേം ലാസ്റ്റ് നെയിം എഴുതുക. പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം അപ്പോൾ ഇവിടെ കാണിക്കും അവര്.
പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐ ഡി. മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി നിങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ കൊടുക്കുക. കാര്യം മൊബൈൽ നമ്പറിൽ OTP വരും, ഇമെയിൽ ഐ ഡിയിൽ OTP വരും. ഇത് രണ്ട് കൺഫേം ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇവിടെ സെക്യൂരിറ്റി കോഡ് ക്യാപ്ച, ഈ പറഞ്ഞിരിക്കുന്ന KSKFD എന്നുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ ആയിരിക്കും ക്യാപ്ച കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റിലേക്ക് പോകും. അപ്പൊ ഈ ഒരു 1 2 3 4 5 6 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ ഏതൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ നല്ല വേക്കൻസിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ നമുക്കൊരു സാഹചര്യമാണ്. റിസർവ് ബാങ്ക് കേരളത്തിൽ ഒരു വേക്കൻസിയിൽ ഒരു ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ആരും ഉപേക്ഷ വിചാരിക്കരുത്, അപ്ലൈ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.